തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രോത്സവത്തിലെ ആന എഴുന്നള്ളിപ്പിൽ ദേവസ്വം ഓഫീസറുടെ സത്യവാങ്മൂലം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി. അതെ, മാർഗനിർദ്ദേശങ്ങൾ ധിക്കരിക്കാൻ ആരാണ് പറഞ്ഞു തന്നത് എന്നുള്ള വിമർശനം, അത്തരത്തിലൊരു ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നും വരുന്നു. കോടതി ഉത്തരവ് ധിക്കരിച്ച് ചില ഭക്തർ പറയുന്നത് പോലെയാണോ ചെയ്യേണ്ടത് എന്നും കോടതി ചോദിക്കുന്നു. ദേവസ്വം ഓഫീസർക്ക് സാമാന്യ ബുദ്ധിയിലെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കേണ്ടി വരുമെന്നുകൂടി കോടതി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. രാഗിൻ വിവരങ്ങളുമായിട്ട്. രാഗിൻ, വലിയ രൂക്ഷമായ വിമർശനം ഈ കേസ് കോടതിയിൽ വരുമ്പോഴെല്ലാം കോടതിയുടെ ഭാഗത്ത് നിന്ന് അത്തരം കർശനമായ നിലപാട് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഒരു കോടതിയലക്ഷ്യ നടപടിയിലേക്ക് വരെ പോകേണ്ടി വരുമെന്ന് സൂചിപ്പിക്കുകയാണല്ലോ കോടതി. തീർച്ചയായും ഇതിൽ ദേവസ്വം ഓഫീസർക്കെതിരെ രൂക്ഷ വിമർശനം, അതോടൊപ്പം തന്നെ കോടതിയലക്ഷ്യ നടപടികളിലേക്കും ഹൈക്കോടതി കടന്നിരിക്കുകയാണ്. നോട്ടീസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നു. ദേവസ്വം ഓഫീസർ രഘുരാമനെതിരെ കോടതിയലക്ഷ്യ നടപടികളിലേക്ക് ആണ് ഹൈക്കോടതി പോകുന്നത്. ആ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. നോട്ടീസ് ഇഷ്യൂ ചെയ്തിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ നേരത്തെ ഈ ദേവസ്വം ഓഫീസർ നൽകിയിട്ടുള്ള സത്യവാങ്മൂലം അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കോടതി പറഞ്ഞു. ഇപ്പോൾ ആ സത്യവാങ്മൂലം തള്ളിയിരിക്കുകയാണ് കോടതി ചെയ്തിരിക്കുന്നത്. സാമാന്യ ബുദ്ധിയിലെ ഇങ്ങനെ പ്രവർത്തിക്കാൻ എന്നാണ് കോടതി ദേവസ്വം ഓഫീസറോട് ചോദിച്ചിരിക്കുന്നത്. കാരണം ഇതിന്റെ ഒരു പശ്ചാത്തലം നമുക്കറിയാം. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട്, വൃശ്ചികോത്സവവുമായി ബന്ധപ്പെട്ട് ആന എഴുന്നള്ളിപ്പിന് അടക്കമുള്ള കാര്യങ്ങളിൽ മാർഗനിർദ്ദേശം കൃത്യമായി പാലിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു. പക്ഷേ തൃക്കേട്ട പുറപ്പാട് ദിവസം ആ മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെട്ടു. തുടർന്ന് ജില്ലാ കളക്ടർ അടക്കം കോടതിക്ക് റിപ്പോർട്ട് നൽകി. തുടർന്നാണ് ദേവസ്വം ഓഫീസറോട് ഇതിൽ ഒരു അഫിഡവിറ്റ് എന്താണ് പറയാനുള്ളത് എന്ന് അറിയിക്കാൻ പറഞ്ഞത്. ദേവസ്വം ഓഫീസർ അഫിഡവിറ്റ് കൊടുത്തു. ആ അഫിഡവിറ്റിൽ പറയുന്നത് ചില ഭക്തർ ഇത്തരത്തിൽ നിസ്സഹരിച്ചു എന്ന കാര്യം അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ആ രീതിയിലൊന്നും ചട്ടലംഘനം അല്ലെങ്കിൽ കോടതി വിധിയെ ധിക്കരിക്കാനുള്ള രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ല. മറിച്ച് മഴ പെയ്തപ്പോൾ തെക്കും വടക്കുമായി നിന്ന ആനകളെ ആ പന്തലിലേക്ക് കയറ്റി നിർത്തുക മാത്രമാണ് ചെയ്തതെന്ന രീതിയിലായിരുന്നു ആ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ അത് കോടതി അംഗീകരിക്കുന്നില്ല. മാത്രമല്ല, ആരാണ് ഈ മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കാൻ പറഞ്ഞു തന്നത് എന്ന കാര്യമാണ് ദേവസ്വം ഓഫീസറോട് ഹൈക്കോടതി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. രൂക്ഷമായ ഭാഷയിലാണ് ദേവസ്വം കോടതി ചോദിക്കുന്നത് ശരിയാണ്. ചില ഭക്തർ പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് എങ്ങനെയാണ് ഒരു സത്യവാങ്മൂലത്തിൽ എഴുതുന്നത്? മഴ മൂലം ആ പ്രത്യേക സാഹചര്യത്തിൽ ആനകളെ ഒരിടത്തേക്ക് മാറ്റി നിർത്തി എന്ന് പറഞ്ഞാൽ പിന്നെയും അതിൽ എന്തെങ്കിലും ഒരു യുക്തി ഉണ്ടായിരുന്നു. ഇത് ചിലർ ഭക്തർ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ കോടതിയുടെ മുമ്പിൽ ഇത് പൊളിഞ്ഞു പോകില്ലേ? അതാണ് കോടതി ചോദിച്ചത്. ഈ സത്യവാങ്മൂലത്തിൽ പ്രധാനമായും പറയുന്നത് അന്നേ ദിവസം മഴ പെയ്തു, തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ആനകളെ, ഈ തെക്കും വടക്കുമായി നിന്ന ആനകളെ പന്തലിലേക്ക് കയറ്റി നിർത്തി. അതാണ് ഉണ്ടായത്. അത് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെന്ന വാദമാണ് ആ സത്യവാങ്മൂലത്തിൽ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ ഇക്കാര്യവും സൂചിപ്പിച്ചിട്ടുണ്ട്. ചില വിശ്വാസികൾ നിസ്സഹരിച്ചു തന്നോട് എന്ന കാര്യവും കൂടി അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിനെല്ലാറ്റിനും കൂടിയാണ് കോടതി ഇപ്പോൾ മറുപടി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ശക്തമായ നടപടിയും കോടതി സ്വീകരിക്കുകയാണ്. ഇതിൽ ദേവസ്വം ഓഫീസർ നൽകിയിട്ടുള്ള ഈ സത്യവാങ്മൂലം അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ കോടതി അത് തള്ളിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ കോടതിയലക്ഷ്യ നടപടികളും സ്വീകരിക്കുന്നു. നോട്ടീസ് അയച്ചിരിക്കുകയാണ് ദേവസ്വം ഓഫീസറോട്. കേസ് 3 പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട്. ഈ കോടതി ഉത്തരവ് ധിക്കരിച്ച് ചില ഭക്തർ പറയുന്നത് പോലെയാണോ ചെയ്യേണ്ടത് എന്ന കാര്യം കോടതി ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സാമാന്യ ബുദ്ധിയിലെ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ന കാര്യവും ചോദിച്ചിട്ടുണ്ട്. അന്നും രൂക്ഷമായ ഭാഷയിലാണ് അന്നും കോടതി ദേവസ്വം ഓഫീസറെ അടക്കം വിമർശിക്കുകയും ചെയ്തിരുന്നത്. അത്തരത്തിൽ കർശന നടപടി അല്ലെങ്കിൽ കർശനമായിട്ടുള്ള നിലപാടിലേക്ക് തന്നെയാണ് കോടതി പോയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റു ചില പരാമർശങ്ങൾ കൂടി വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് പിന്നിൽ ആരാണ് എന്ന കാര്യവും കൂടി ഹൈക്കോടതി ഈ ദേവസ്വം ഓഫീസറോട് ചോദിച്ചിട്ടുണ്ട്. പിന്നിൽ ആളില്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന കാര്യവും കൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ നിങ്ങൾക്ക് എതിരെ നടപടി സ്വീകരിക്കേണ്ടി വരും എന്ന കാര്യവും കൂടി ആണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഈ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. അത് ഇങ്ങനെയായിരുന്നു. അതായത് ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം കൃത്യമായി തന്നെ പാലിക്കണമെന്ന കാര്യമാണ് കോടതി പറഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെ ആനയും ആളുകളും തമ്മിൽ 8 മീറ്റർ അകലം വേണം. ആനയും തീവട്ടിയും തമ്മിൽ 5 മീറ്റർ അകലം ഒക്കെ വേണമായിരുന്നു. പക്ഷേ അതൊക്കെ ലംഘിക്കപ്പെട്ടു എന്നതായിരുന്നു കണ്ടെത്തൽ. സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം ഇതിൽ കേസെടുക്കുകയും ചെയ്തിരുന്നു. അതിൽ ദേവസ്വം ഓഫീസർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയായിരുന്നു അന്ന് കേസ് വന്നത്. തുടർന്നാണ് ഹൈക്കോടതിക്ക് മുന്നിലേക്ക് വീണ്ടും ഈ വിഷയം എത്തുകയും ജില്ലാ കളക്ടർ അടക്കം റിപ്പോർട്ട് സമർപ്പിച്ചു. ഇത്തരത്തിൽ മാർഗനിർദ്ദേശങ്ങളുടെ നഗ്നമായ ലംഘനമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം ആണ് പറഞ്ഞത്. പക്ഷേ അതിനെ തിരുത്തിക്കൊണ്ട് അത് അങ്ങനെയല്ല സംഭവിച്ചതെന്ന കാര്യമാണ് ദേവസ്വം ഓഫീസർ ഒരു ന്യായീകരണമായി വന്നത്. പക്ഷേ അത് കോടതി അംഗീകരിക്കുന്നേ ഇല്ല എന്ന് മാത്രമല്ല, നടപടിക്രമങ്ങളിലേക്ക് കൂടി, കോടതിയലക്ഷ്യ നടപടികളിലേക്ക് കൂടി കോടതി പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഗിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമോ മറ്റ് ഉത്സവങ്ങൾ, പൂരങ്ങളൊക്കെ വരാനിരിക്കുന്നു. അതിൽ വലിയ ആശങ്ക കഴിഞ്ഞ ദിവസമൊക്കെ ആറാട്ടുപുഴ പൂരം പ്രതീകാത്മകമായി നടത്തുന്നു. വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് പോകേണ്ടി വരുമെന്നും പൂരപ്രേമികളൊക്കെ പറയുന്ന സമയത്താണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ വളരെ കർശനമായി. അപ്പോൾ
കോടതിയുടെ മുമ്പിൽ കോടതി ആ കർശന സ്വഭാവത്തിൽ നിലപാടെടുക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലൊരു സത്യവാങ്മൂലം നൽകലായിപ്പോയി. പകരം കൃത്യമായി അതിന് മറ്റെന്തെങ്കിലും ഒരു കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഇത് ചില ഭക്തർ പറഞ്ഞു, അങ്ങനെ എന്തായാലും ഒരു തരത്തിലും കോടതിക്ക് ചിലർ ഭക്തർ പറഞ്ഞുകൊണ്ട് അത് ചെയ്തു എന്ന് പറയാൻ കോടതിക്കാവില്ലല്ലോ. അപ്പോൾ ദേവസ്വത്തിന്റെ ഭാഗത്തുനിന്ന് ഈ സത്യവാങ്മൂലം നൽകിയതിലൊരു പാളിച്ച വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കോടതിയെ നിലവിലൊരു സാഹചര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ അല്ലെങ്കിൽ അത് വിശദീകരിക്കാൻ ദേവസ്വത്തിന് കഴിഞ്ഞുമില്ല. അതായത് ഈ നേരത്തെ തന്നെ ഈ കോടതി ഇത്തരത്തിൽ നിലപാട് ഘടിപ്പിച്ചപ്പോൾ പോലും ദേവസ്വവും അതോടൊപ്പം തന്നെ മറ്റു ബന്ധപ്പെട്ട ഭക്തജന സംഘങ്ങളും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അതായത് ഇത്തരം ഒരു കർശനമായിട്ടുള്ള മാർഗനിർദ്ദേശം അംഗീകരിക്കാൻ കഴിയില്ല, അതുമാത്രമല്ല അതിൽ സർക്കാർ ഇടപെടൽ അനിവാര്യമാണ് തുടങ്ങിയ കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. ചീഫ് ജസ്റ്റിനടക്കം പരാതി നൽകുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരുന്നു. ഒരുപക്ഷെ അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും കോടതി പരിഗണിച്ചിട്ടുണ്ടാവാം. അന്ന് തന്നെ കോടതി വ്യക്തമാക്കിയതാണ് മതത്തിന്റെ പേരിൽ എന്തും ചെയ്യാൻ കഴിയില്ല എന്ന് ഡിവിഷൻ ബെഞ്ച് അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം ആദ്യം കേസ് പരിഗണിച്ചപ്പോൾ വ്യക്തമാക്കിയതാണ്. മാത്രമല്ല ഇത് സുരക്ഷയെ കരുതിയിട്ടാണ് ഈ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വെള്ളം ചേർക്കാൻ കഴിയില്ല. കോടതിയുടെ നിലപാട് ലംഘിക്കുന്നത് ജാമ്യമില്ലാ കുറ്റമാണ്. അത്തരത്തിൽ തന്നെ ട്രീറ്റ് ചെയ്യുമെന്ന കാര്യം കൃത്യമായി തന്നെ കോടതി പറഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷം ആണ് ഇത്തരം നിലപാടുകളിലേക്ക് പോയത്. ഇതോടൊപ്പം തന്നെ കോടതി പറയുന്നത് കോടതി ഉത്തരവ് അവിടെ ഇരിക്കും, നിങ്ങൾ വേണ്ട പോലെ തൃക്കേട്ട പുറപ്പാട് നടത്തും എന്ന് ചില കേന്ദ്രങ്ങളിൽ ഇരുന്ന് പറഞ്ഞു എന്ന കാര്യവും കൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. അതായത് അത്തരം ചില കാര്യങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട് എന്ന് കോടതിക്ക് മുന്നിലേക്ക് അല്ലെങ്കിൽ ചില റിപ്പോർട്ടുകളായി ലഭിച്ചിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് കോടതി ഉത്തരവ് ആ നിലയിൽ തന്നെ ഇരിക്കും, പക്ഷേ ഞങ്ങൾ തൃക്കേട്ട പുറപ്പാട് നടത്തും എന്ന് ചില കേന്ദ്രങ്ങളിൽ നിന്ന് പറഞ്ഞു. വളരെ രൂക്ഷമായ വിമർശനമാണ് ദേവസ്വം കമ്മീഷണർക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത്. കോടതി ഇലക്ഷൻ നടപടിക്കായി നോട്ടീസ് അയച്ചിരിക്കുന്നു. ചിലർ ഭക്തർ പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന് എന്ത് സാമാന്യ ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് ദേവസ്വത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു സത്യവാങ്മൂലം വരുന്നതെന്നാണ് കോടതി ചോദിക്കുന്നത്. നിയമങ്ങൾ പാലിക്കാൻ കർശനമായി അതിന്റെ ചുമതലപ്പെട്ടവർ, അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ അതങ്ങനെ ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. എസ് രാഗിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.